കലാഭവൻ നവാസ് അന്തരിച്ചു. ചൊട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വളരെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. കലാഭവൻ നവാസ് അന്തരിച്ചിരിക്കുന്നു. ഡെത്ത് പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ചൊട്ടാനിക്കരയിൽ എത്തിയത്. ചൊട്ടാനിക്കര വൃന്ദാവൻ ഹോട്ടലിലായിരുന്നു താമസം. അരമണിക്കൂർ മുമ്പാണ് മുറിയിൽ അദ്ദേഹത്തെ കുഴഞ്ഞു വീണ് നിലയിൽ കണ്ടെത്തിയത്. ടാറ്റ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് അത് പോലീസും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം നിലവിൽ ടാറ്റ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് അസ്വാഭാവിക കാരണങ്ങളൊന്നും ഇതുവരെ പോലീസ് പറഞ്ഞിട്ടില്ല. കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കലാഭവൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോമഡി രംഗത്തോട് മലയാള സിനിമയിലേക്ക് എത്തിയ ആളാണ്. വടക്കാഞ്ചേരി സ്വദേശിയാണ്. 95 മുതൽ 92 മുതലാണ് സിനിമയിൽ സജീവമാകുന്നത്. ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ഓർത്തുവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ വരുന്ന പല ട്രോളുകളിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡിംഗ് ആയി മാറുന്ന കാഴ്ചകളൊക്കെ കുറെ നാളുകൾ മുമ്പ് നമ്മൾ കണ്ടതാണ്. മൈ ഡിയർ കരടി പോലുള്ള സിനിമകൾ ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മൈ ഡിയർ കരടി, അതോടൊപ്പം തന്നെ ജഗദീഷിനൊപ്പം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, നിരവധി സിനിമകളുണ്ട്. ഏറ്റവും അവസാനം 2019 മലയാളത്തിൽ ഇറങ്ങിയ മേരാനാം ഷാജി അടക്കമുള്ള സിനിമകളിലും അദ്ദേഹം സജീവമായിരുന്നു.